അപ്പൊ സീരിയലിലേക്ക് ഭാഗമായിട്ട് എന്നാലും ഇപ്പൊ അനീഷ് ഇപ്പൊ ഏഷ്യാനെറ്റ് ടിവിയിൽ എന്തായാലും നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. അതായത് പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാവുന്നതാണ്. അതായത് ബിഗ് ബോസ് ഹൗസ് വിന്നർ ആയിട്ടുള്ള സീസൺ 7 വിന്നർ ആയിട്ടുള്ള അനുമോളെ പോലും പരിഗണിക്കാതെ ഡയറക്റ്റായിട്ട് അനീഷിന് ഈ പ്രൊമോക്ക് വേണ്ടി ഏഷ്യാനെറ്റ് കോൺടാക്ട് ചെയ്തിരുന്നെങ്കിൽ, അതായത് അനീഷിന് ആ ഒരു റീച്ചും അനീഷിന് കിട്ടുന്ന ഒരു സപ്പോർട്ടും എത്രത്തോളം ആണെന്ന് ഇവർ ഏഷ്യാനെറ്റ് അടക്കം എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് എന്തായാലും ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. ഒരു ഫാമിലി ഓഡിയൻസിലാണെങ്കിലും ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസ് പോലത്തെ ഒരു ഷോ കാണുന്ന കൂടുതൽ ഒരു മെജോറിറ്റി ഓഫ് ഓഡിയൻസ് എന്ന് പറഞ്ഞ ഒരു 40 വയസ്സിനൊക്കെ മുകളിലുള്ള പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഈ ഷോയുടെ പ്രധാന കാണികൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതുപോലത്തെ രീതിയിലുള്ള കാണികളിൽ വരെ നല്ല രീതിയിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ അനീഷിന് സാധിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അനീഷിനെ പരിഗണിച്ചത് എന്ന് തന്നെ നമുക്ക് എന്തായാലും മനസ്സിലാക്കില്ല. ഒരു 10 ലക്ഷം രൂപ അനീഷിന് കൊടുത്തപ്പോൾ തന്നെ അവര് കൊടുത്ത ഗ്രൂപ്പിന് കിട്ടിയ ഒരു അപ്രിസിയേഷൻസ് ആയിക്കോട്ടെ, റീച്ച് ആയിക്കോട്ടെ എത്രത്തോളമാണെന്ന് നമ്മൾ കണ്ടാണ്. അതായത് ഫസ്റ്റ് പ്രൈസ് കൊടുത്തതിനേക്കാൾ കൂടുതൽ ഒരു റീച്ചാണ് ഈ ഒരു സെക്കൻഡിന് വന്ന ആൾക്ക് 10 ലക്ഷം കൊടുത്ത സമയത്ത് ആ ഒരു ഗ്രൂപ്പിന് എന്തായാലും കിട്ടിയത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കണം എന്തായാലും ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആളെന്തായാലും മാറ്റി നിർത്തിയിട്ട് ഇപ്പം സെക്കൻഡ് പ്രൈസ് കിട്ടിയ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആയ ആളെ വിളിച്ചിട്ട് ഇത്തരത്തിലൊരു പ്രൊമോയുടെ ഭാഗമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രൊമോ കിട്ടിയ മൈലേജും ചെറുതൊന്നുമല്ല. കാര്യം ഇത്തരത്തിൽ ഒരുപാട് കമന്റ്സ് ആയിക്കോട്ടെ, ഒരുപാട് പോസ്റ്റുകൾ ആയിക്കോട്ടെ, ഒരുപാട് റീലുകളിലും എല്ലാം ഇപ്പൊ ഈ ഒരു പ്രൊമോയിനെ ബേസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങളും പോസ്റ്റുകളും എല്ലാം നമുക്ക് നിറഞ്ഞു കാണാവുന്നതാണ്. അപ്പൊ അത് തന്നെയാണ് ഉറപ്പായിട്ടും ആ ഒരു സീരിയലിന് കിട്ടാവുന്നതും ഏറ്റവും വലിയൊരു അറ്റൻഷൻ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് അനുമോൾ ആർമി എത്രത്തിൽ ഉൾക്കൊള്ളും, അല്ലെങ്കിൽ അവർക്കത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? അനീഷ് ഇത്തരത്തിലൊരു സീരിയൽ പ്രൊമോ ഒക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അനുമോളായിരുന്നു ഇതിനേക്കാൾ കൂടുതൽ ഉചിതമായിട്ട് നിങ്ങൾക്ക് തോന്നിയതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.